ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ലഡുവിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ അവൽ വെച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ ഇതിനായിട്ട് അവലും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചേരുവകളും മാത്രം മതിയാവും. അല്ലാതെ ഒരുപാട് പാടോ അല്ലെങ്കിൽ ഒരുപാട് സമയമോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ കഴിക്കുന്ന ലഡുവിനേക്കാളും നല്ല വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരില്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് പൊട്ടുന്ന തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമ്മുടെ ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആയതിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ ഇളക്കി മറിക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ തന്നെ എടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 കപ്പ് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് അവലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ തീരെ കനം കുറച്ച് നല്ല നൈസായിട്ടുള്ള അവലാണ്. ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല. കട്ടിയുള്ള അവലോ വെള്ള അവലോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലാക്കി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോകാതെ നമ്മൾ അവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങ് ചൂട് കയറി പോകരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതാണ്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അവലെടുത്തപ്പോൾ 1 കപ്പ് നമ്മുടെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കപ്പ് ഉണ്ടായതുകൊണ്ട് കപ്പ് അളവിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്ത് എടുത്താലും മതിയാവും. അപ്പോൾ 2 ഗ്ലാസ് അവലെടുക്കുമ്പോൾ 1 ഗ്ലാസ് നമ്മുടെ തേങ്ങ ചിരകിയത് വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഗ്യാസ് ഒരു മീഡിയത്തിലാക്കി ശരിക്കും ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ തേങ്ങയിലുള്ള ചെറിയ വെള്ളമൊക്കെ പോയി നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഒരു 5-10 മിനിറ്റിന് ശേഷം നന്നായിട്ട് അവലിലേക്കും അതേപോലെ തന്നെ തേങ്ങയിലേക്കൊക്കെ ചൂട് കയറി ശരിക്കും ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്ത് പതുക്കെ ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ ശരിക്കും അങ്ങ് പൊടിഞ്ഞു പോരും. നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം ആ വലിയൊരു തീ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മളിത് മിക്സിയിൽ പൊടിക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് നന്നായിട്ട് ഫൈൻ പൗഡർ പോലെ ഒന്നും ആവണ്ട കേട്ടോ. അതായത് ഇതേപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോഴായിരിക്കും ലഡുവൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ടാണെങ്കിലും കിട്ടുക. അപ്പോൾ ഇത് മതിയാവും, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 കപ്പ് നമ്മുടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര 1 കപ്പ് ചേർക്കുന്നത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ശർക്കര കേട്ടോ. മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് ചേർത്താൽ മതി. ചില ശർക്കര എടുക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, പക്ഷേ ചിലത് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണം ശർക്കര ചേർക്കാനായിട്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ശർക്കരയുടെ മധുരമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലഡുവിന് മെയിനായിട്ട് മധുരം കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് വേണം കുറച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ശർക്കരയാണെങ്കിൽ നന്നായിട്ട് ഉരുകി ശരിക്കും ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തിളച്ച് ഒരു 2-3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ നിന്ന് പതുക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരുപാടൊന്നും കുറുകണ്ട, ജസ്റ്റ് നന്നായിട്ട് 2-3 തവണ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് കുറുകി വന്നോളൂ. അങ്ങനെ നമ്മുടെ ശർക്കര പാനിയൊക്കെ ആണെങ്കിലും അവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും അതേപോലെ തന്നെ അവലും ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അവലും അതേപോലെ തന്നെ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കളർ അങ്ങ് മാറി വരും. അപ്പോൾ ശർക്കരയ്ക്ക് നല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഡുവിനും നല്ല കറുത്ത കളർ കിട്ടും. അല്ല, ഈ ഒരു കളറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യ് ചേർക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരേ 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. കൂടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആ ലഡു ഒക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് കാഷ്നട്ടൊക്കെ കഴിക്കാൻ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഈ സമയത്ത് ഒരു മീഡിയത്തിലിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന നെയ്യും അതേപോലെ തന്നെ കാഷ്നട്ടും ഒക്കെ ആണെങ്കിലും ആ അവലും ശർക്കരയൊക്കെ ആയിട്ട് നല്ല പോലെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലിട്ട് ഒരു 2-3 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് ശരിക്കും ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒരു ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ തീ ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അവൽ ലഡുവിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിലാക്കി ഇങ്ങ് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ മിക്സിൻ്റെ ആ തീ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യും കൂടി ഞാനൊന്ന് പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷേപ്പ് ആക്കുമ്പോൾ കയ്യിൽ ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നന്നായിട്ട് ചൂടാറിയിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഒരു ചെറു ചൂടിനോട് കൂടി തന്നെ നമ്മളിത് ഇതേപോലെ ഇങ്ങ് ഉരുട്ടിയെടുത്ത് കൊള്ളണം. നമ്മളിങ്ങനെ കയ്യിൽ നെയ്യൊക്കെ പറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടും. കണ്ടോ, നമ്മുടെ ലഡു ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാഷ്നട്ടൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നെയ്യുടെയും ആവലിൻ്റെയും ശർക്കരയുടെയും ഒക്കെ കൂടി മധുരം വരുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ കേട്ടോ. നമ്മുടെ മിക്സിൻ്റെ വലിയ ചൂടാറുന്നതിന് മുമ്പേ ബാക്കി എല്ലാ ലഡുവും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കയ്യിൽ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യൊന്ന് പറ്റി കൊടുക്കുക. അതിന് ശേഷം വേണം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അവൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൽ കൊണ്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ലഡുവും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അവലിൽ നിന്ന് ഏകദേശം 13 ലഡുവിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള 13 ലഡുവാണ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വലിപ്പത്തിനനുസരിച്ച് എണ്ണത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നിരിക്കും. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കാണാനാണെങ്കിൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിന് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.